സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തല പ്രവർത്തികൾ 24 അധ്യായം 24 വാക്യം. വചനം വായിക്കുകയാണ്. ബൈബിൾ കൊണ്ടുവന്ന ആളുകൾ അത് വായിക്കുക, ഇല്ലാത്തവർ കേട്ടിരിക്കുക. അപ്പോസ്തല പ്രവർത്തികൾ 24 കുറേ നാൾ കഴിഞ്ഞിട്ട് ഫെലിക്സ് യഹൂദ സ്ത്രീയായ തൻ്റെ ഭാര്യ ദൃസില്ലയുമായിട്ട് വന്നു. പൗലോസിനെ വരുത്തി ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവൻ്റെ പ്രസംഗം കേട്ടു. ഇവിടെ ഒരു അധികാരിയെക്കുറിച്ച് പറയുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഫെലിക്സ്. നല്ല ഉന്നതമായ പദവിയിലുള്ളതായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു അവിശ്വാസിയായിരുന്നു. അദ്ദേഹം ദൃസില്ല എന്നു പേരുള്ള ഒരു യഹൂദ സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം അവളെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഈ അധികാരി പൗലോസിനെക്കുറിച്ച് കേട്ടു. ഈ അധികാരിക്ക് പൗലോസിനെക്കുറിച്ച് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് വെച്ചാൽ, ഇവൻ വലിയൊരു ചതിയനാണ്, ഇവൻ ഭിന്നത കൊണ്ടുവരുന്നവനാണ്, ഇവൻ മനുഷ്യനെ പ്രശ്നത്തിലാക്കുന്നവനാണ് എന്ന് വളരെ മോശമായിട്ട് ഈ പൗലോസിനെക്കുറിച്ച് കേൾക്കുവാനിടയായി. അതുകൊണ്ടാണ് ഇവനെ കാരാഗൃഹത്തിൽ അടച്ചതെന്നും മറ്റുമൊക്കെ. എന്നാൽ ആ പൗലോസിനെക്കുറിച്ച് യഹൂദ സ്ത്രീയായ ഭാര്യ അറിഞ്ഞിരുന്നോ ആവോ? അല്ലെങ്കിൽ ഈ പൗലോസിൻ്റെ ജീവിതം വളരെ വിചിത്രമായിരിക്കുന്നു. ഇവൻ പറയുന്ന ഉപദേശങ്ങളും വളരെ വിചിത്രമായിരിക്കുന്നു. ഏതോ ഒരു പുതിയ ദൈവത്തെക്കുറിച്ച് പറയുന്നു. അവനാണ് സത്യദൈവമെന്ന് പറയുന്നു. അവൻ്റെ നാമത്തിൽ സകലതും നടക്കുമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഇവനെന്താണ് പറയുന്നതെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഒരു ദിവസം ഈ ഫെലിക്സ് പൗലോസിനെ വിളിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഉപദേശിച്ചു നൽകുവാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ വേണ്ടി പറയാനിടയായി. ചിലരെ സംബന്ധിച്ച് പ്രസംഗിക്കുക എന്നത് എത്ര ഇഷ്ടമാണെന്നറിയാമോ? ചിലരോട് പ്രസംഗം ചെയ്യാൻ പറഞ്ഞാൽ അയ്യോ എനിക്ക് വേണ്ട 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 എന്ന് പറയും. നോക്കൂ, ദൈവം പ്രസംഗിക്കാൻ പറഞ്ഞാൽ പ്രസംഗിക്കൂ, മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ മിണ്ടാതിരിക്കൂ, ഇരിക്കുവാൻ പറഞ്ഞാൽ ഇരിക്കണം, നിൽക്കുവാൻ പറഞ്ഞാൽ നിൽക്കണം. ആദ്യത്തെ ദിവസം തന്നെ നാം പറഞ്ഞു, നാം ആരാണ്? കർത്താവിൻ്റെ ദാസന്മാരാണ്, സ്നേഹത്തിൻ്റെ ദാസന്മാരാണ്. അവൻ പറഞ്ഞതുപോലെ നാം ചെയ്യും. അവൻ്റെ കാൽപാതകൾ പിന്തുടർന്ന് നാം നടക്കും. പൗലോസ് വലിയ തീക്ഷ്ണതയുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. മതത്തിനെക്കുറിച്ച് വളരെ ഉണർവുള്ളവനായിരുന്നു. താൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അവരെ വലിച്ചുകൊണ്ടുവരുമായിരുന്നു. അത്രമാത്രം യഹൂദ മതത്തോട് തീക്ഷ്ണതയുണ്ടായിരുന്നു. യേശുക്രിസ്തു ആരാണ് എന്ന് പറഞ്ഞ് അവനിൽ വിശ്വസിക്കാതെ ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാനിടയായിരുന്നു. അക്കാലത്ത് അവരെ ദുഷിക്കുമായിരുന്നു. അവരെ കൊല്ലുവാൻ വേണ്ടി തീരുമാനിച്ചിട്ട് അനുവാദം വാങ്ങിപ്പോകുന്ന സമയത്ത് ദമസ്കോസിന്റെ പടിവാതിലിൽ വച്ച് കർത്താവ് അവനെ ദർശിക്കാനിടയായി. ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അങ്ങ് ആരാകുന്നു എന്ന് ചോദിച്ചു. ഞാൻ നസറേനായ യേശുവാണ്, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കുകൾ അവൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു പുതിയൊരു വ്യക്തിയാക്കി. അവൻ്റെ കാഴ്ചയുടെ മൂടുപടം മാറിപ്പോയി. ആ ദിവസം യേശുവിലുള്ളതായ സത്യത്തെ മനസ്സിലാക്കി തൻ്റെ മതത്തെയും അതിനെക്കുറിച്ചുള്ള തീക്ഷ്ണതയും അതിൻ്റെ മഹത്വത്തെയും, ഞാൻ വലിയ വിദ്യാസമ്പന്നനാണ്, ഗമാലിയേലിൻ്റെ അടുക്കൽ നിന്ന് പഠിച്ചവനാണ് എന്നുള്ളതായ ഭാവവും മറ്റും എല്ലാം. അതുപോലെ അവൻ റോമൻ പൗരത്വമുണ്ടായിരുന്ന വ്യക്തിയാണ്. അതായത് ആ കാലത്ത് റോമൻ പൗരത്വം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ട ഒരു പദവിയായിരുന്നു. എന്നാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിനെ അനുഗമിക്കുവാൻ തീരുമാനമെടുത്തു. യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടു. അവനെ ഭയപ്പെട്ടിരുന്ന എല്ലാവരും തന്നെ അവൻ യേശുവിന് വേണ്ടി നിന്നപ്പോൾ അവനെതിരെ തിരിയാനിടയായി. അവനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി, അവനെ കല്ലെറിയുവാൻ തുടങ്ങി, അടിക്കുവാൻ തുടങ്ങി. ഒരുപാട് രീതിയിൽ അവനെ ഉപദ്രവിച്ചു. എങ്കിലും കഷ്ടതയുടെയും പ്രതികൂലത്തിൻ്റെയും മധ്യത്തിലും അവൻ സുവിശേഷം പ്രസംഗിക്കുന്നത് നിർത്തിയില്ല. കഷ്ടത വന്നു, നഷ്ടം വന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വേല ചെയ്യാതിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല. കഷ്ടത വന്നുവെന്ന്, നഷ്ടം വന്നുവെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത്
ഒരിക്കലും ക്ഷേമമല്ല. ഈ അധികാരി അവനെ വിളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അവൻ്റെ കൈകാലുകൾ ബന്ധിച്ചിരുന്നു. പ്രസംഗിക്കുവാൻ പറയുകയാണ്. പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ പൗലോസ് വായ് തുറന്ന് 3 കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ സാരാംശം എന്താണെന്ന് നമുക്ക് വചനത്തിൽ കൂടി നോക്കാം. എന്താണത്? 25-ാം വാക്യം. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയ ജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതായത് നീതിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും വരുവാനുള്ളതായ ന്യായവിധിയെക്കുറിച്ചും പ്രസംഗിച്ചു. ഇന്നുള്ള അനേകം സുവിശേഷ പ്രസംഗകർ, ക്രിസ്തീയ ഉപദേശകർ ഉപദേശിക്കാറുണ്ട്. പ്രസംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ആ പ്രസംഗത്തിൽ ഈ വിഷയം ഇല്ല എങ്കിൽ അത് ശരിയായ പ്രസംഗം അല്ല. മറ്റൊരിടത്ത് പൗലോസ് പറഞ്ഞു, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. വിശ്വാസം, ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി ഇവയെക്കുറിച്ച് പ്രസംഗകൻ ഉപദേശിക്കുന്നില്ല എങ്കിൽ അത് യേശുവിൻ്റെ ഉപദേശമല്ല. ഹൃദയശുദ്ധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ചും ഇന്ന് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഞാൻ ക്രിസ്ത്യാനിയാണെന്നാണ് പറയുന്നത്. ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നു. ചിലർ പറയുന്നു, ഞാൻ എല്ലാ ദിവസവും TV-യിൽ വചന ശുശ്രൂഷകൾ കാണാറുണ്ടെന്ന്. എന്നാൽ ദൈവത്തിൻ്റെ നീതി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്? ഞങ്ങളുടെ അയൽപക്കക്കാർ മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാൾ വന്ന് പറഞ്ഞു. ഇവർക്ക് ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് മനസ്സിലായോ? ശത്രുക്കൾക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ മരിച്ചു പോകാൻ വേണ്ടിയാണ് ഇവർ പറയുന്നത്. എന്താണ് നീതി? യേശുക്രിസ്തുവിൻ്റെ മറ്റൊരു പേരാണ് നീതി. യേശുവിനെ നോക്കുക. അവൻ്റെ വാക്കുകളിൽ കാപട്യം ഇല്ലായിരുന്നു, വ്യാജം ഇല്ലായിരുന്നു. ഇന്ന് ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നവർ ഇരുമനസ്സുള്ളവർ ആയിരിക്കുവാൻ പാടില്ല. കള്ളം പറയുന്നവർ എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ആകുന്നത്? ആ കാലത്ത് പരീശന്മാരെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ കപടവിശ്വാസികളാണ്, നിങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് പറയുന്നു. ഒരിക്കലും അല്ല. നിങ്ങൾ പിശാചിനെ സംബന്ധിച്ചുള്ളവനാണ്. അവൻ ആദ്യം മുതൽ തന്നെ കള്ളനും കള്ളൻ്റെ അപ്പനുമാകുന്നു. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് കള്ളം പറയുന്ന ആളുകൾ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? വെറുതെ ഇരിക്കൂ. ഈ ലോകത്തിൽ കള്ളം പറയാതെ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു. കള്ളം പറയാതെ ഈ ലോകത്തിൽ എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും? 1000 കള്ളം പറഞ്ഞെങ്കിലേ ഒരു കല്യാണം നടക്കൂ എന്ന് പറയാറുണ്ട്. കല്യാണം എങ്ങനെയെങ്കിലും നടക്കട്ടെ, അത് കഴിഞ്ഞുള്ള കാര്യം പിന്നെ നോക്കാമെന്ന് പറയും. എന്താണ്? വ്യാജത്തിന് മുകളിൽ പടുത്തുയർത്തതൊന്നും നിലനിൽക്കില്ല. അസത്യം എപ്പോൾ വേണമെങ്കിലും വെളിയിൽ വരും. അവസാനം അപമാനിതരായി മാറും. നിന്റെ നാവ് സത്യം സംസാരിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ മറ്റൊരു പേരാണ് സത്യം. യേശുവിനെ അനുഗമിക്കുന്നവൻ സത്യസന്ധനായിരിക്കും. തന്റെ വായെ അവൻ നിയന്ത്രിക്കുവാനിടയാകും. പൗലോസ് പറയുന്നു, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ നീ നീതിയുള്ളവനായി ജീവിക്കണം. ഞാൻ വളരെ നിഷ്ഠയോടുകൂടിയാണ് ജീവിക്കുന്നതെന്ന് പലരും പറയാറുണ്ട്. എന്താണ് നിന്റെ നിഷ്ഠ? രാവിലെ എഴുന്നേറ്റാൽ ആരെയും മുട്ടില്ല, നല്ലവണ്ണം കുളിച്ച് വൃത്തിയാകും. എന്താണ്? എൻ്റെ പിതാവും അങ്ങനെയായിരുന്നു. വളരെ അച്ചടക്കമുള്ള വ്യക്തിയായിരുന്നു. എന്താണ്? കൃത്യനിഷ്ഠ ഉള്ള വ്യക്തിയായിരുന്നു. വേലക്കാരി വന്നിട്ട് പാത്രം കഴുകിട്ട് പോകുമ്പോൾ അമ്മ വെള്ളം അവിടെ തളിച്ചിട്ടാണ് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. ഞാൻ ചോദിക്കും, എന്താണ് അമ്മ കാണിക്കുന്നത്? അത് അശുദ്ധിയാണ് മോനെ, അശുദ്ധിയാണെന്ന് പറയും. എന്താണ് അശുദ്ധിയും അയിത്തവും? അശുദ്ധിയുമില്ല, അയിത്തവുമില്ല. ബാഹ്യശുദ്ധി മാത്രമാണ്, എന്നാൽ ഹൃദയശുദ്ധിയില്ല. പരീശന്മാരുടെ ഭക്തിയാണ്. കുരുടനായ പരീശ പാത്രത്തിന്റെ പുറം മാത്രമല്ല വെടിപ്പാക്കേണ്ടത്, അതിന്റെ അകം വെടിപ്പാക്കൂ. അതിന്റെ അകം ശുദ്ധിയുള്ളതാണെങ്കിൽ പുറം അതിന്റെ കൂടെ തന്നെ ശുദ്ധീകരിക്കപ്പെടും. നോക്കൂ, നാം രാവിലെ എഴുന്നേറ്റാൽ ശരീരം ബാഹ്യമായിട്ട് വൃത്തിയാക്കേണ്ടതിന് സോപ്പ് തേക്കുന്നു, കുളിക്കുന്നു, പേസ്റ്റുകള്, ക്രീമുകള്, മേക്കപ്പുകള്, പൗഡറ്, എന്തൊക്കെയാണ്, നല്ല നല്ല വസ്ത്രങ്ങൾ എല്ലാം ധരിച്ച് നീറ്റായിട്ട് കാണപ്പെടാൻ ആഗ്രഹിക്കുന്നു. നല്ലതാണ്. എന്നാൽ എൻ്റെ ഹൃദയം എങ്ങനെയായിരിക്കുന്നു? ആരോടെങ്കിലും കോപമുണ്ടോ? ആരോടെങ്കിലും അസൂയുണ്ടോ? എൻ്റെ ഹൃദയത്തിൽ ആരോടെങ്കിലും ദേഷ്യമുണ്ടോ?
എൻ്റെ ഹൃദയത്തിൽ സമാധാനമുണ്ടോ? എന്താണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്? എന്താണ് എൻ്റെ വിചാരങ്ങൾ? പലപ്പോഴും യൗവനക്കാർ എൻ്റെ അടുക്കൽ വന്ന് പറയാറുണ്ട്, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പലപ്പോഴും ചീത്തയായ ചിന്തകൾ ഉണ്ടാകുന്നു. കണ്ണടച്ചാൽ പിന്നെ എല്ലാം വ്യഭിചാരത്തിൻ്റെ ചിന്തകൾ, അശ്ലീലമായ ചിന്തകളാണ്. പ്രവൃത്തിയിൽ കൂടി ഞാൻ പാപം ചെയ്യുന്നില്ല, എന്നാൽ എൻ്റെ ചിന്തകളിൽ കൂടി ഒരുപാട് പാപം ഞാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നവൻ്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുവാനിടയാകും. ചിന്തകൾ മാത്രമല്ലേ എന്ന് പറയാറുണ്ട്. എന്നാൽ യേശു പറഞ്ഞു, വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പന നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഒരു സ്ത്രീയെ മോഹത്തോടുകൂടി നോക്കുന്നവനെല്ലാം അവളുമായിട്ട് വ്യഭിചാരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. വ്യഭിചാരത്തിന്റെ മോഹത്തോടെ ആഗ്രഹത്തോടെ നോക്കുന്നവർ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പാപികളായിരിക്കുന്നു. ദൈവം നിന്റെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം ആഗ്രഹിക്കുന്നു. നിന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായ് പ്രസ്താവിക്കുന്നത് കൊണ്ട് നിന്റെ ഹൃദയം ശരിയായിരിക്കുന്നുവെങ്കിൽ നിന്റെ സംസാരവും പ്രവൃത്തിയും എല്ലാം ശരിയായിരിക്കാനിടയാകും. നീതി, എൻ്റെ നീതിയും നിന്റെ നീതിയും ഒന്നിനും കൊള്ളുകയില്ല. നമ്മുടെ നീതി, ദൈവം പറയുന്നു, അവ കറ പിടിച്ച തുണി പോലെയാണെന്ന്. പഴയകാലത്ത് അടുക്കളയിൽ കരിക്കല തുണി ഉണ്ടായിരുന്നു. ഇപ്പോഴുണ്ടോ? ഇപ്പോൾ ഗ്യാസ് വന്നതിൽ പിന്നെ എല്ലാം കളഞ്ഞല്ലോ. കരിക്കല തുണിയുണ്ടോ? ഇപ്പോഴുമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ കഞ്ഞി വാർക്കുന്ന സമയത്ത് കഞ്ഞിവെള്ളം വീഴും, അല്ലെങ്കിൽ സാമ്പാർ വയ്ക്കുമ്പോൾ സാമ്പാർ വീഴും, ഒരു തുണി ഉണ്ടാകാനിടയാകും. അത് കരിയൊക്കെ പിടിച്ച് അഴുക്ക് പിടിച്ച് അതിൻ്റെ മണം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താണ്, ഫോറിൻ സെന്റ് പോലെ നല്ല മണമായിരിക്കും അല്ലേ? എങ്ങനെയായിരിക്കും അത്? ഭയങ്കരമായ വല്ലാത്തൊരു ദുർഗന്ധമായിരിക്കും അതല്ലേ? നമ്മുടെ നീതിപ്രവൃത്തികളെല്ലാം ദൈവത്തിന് മുൻപിൽ എങ്ങനെയായിരിക്കുമെന്നറിയാമോ? ദുർഗന്ധം വമിക്കുന്നതായിരിക്കും. നമുക്കറിയാം, ആ പരീശൻ ചെന്നിട്ട് ദേവാലയത്തിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ദൈവമേ, ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉപവസിക്കാറുണ്ട്. എൻ്റെ ദശാംശം ഞാൻ നിനക്ക് നൽകുന്നു. ഞാൻ അവരെ പോലെയോ ഇവരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ അല്ല എന്ന് പറഞ്ഞിട്ട് പാട്ട് കൊട്ടുകയാണ്. എന്താണ്? ഉപവസിച്ചാൽ പിന്നെ സ്വർഗത്തിൽ പോകുമെന്നാണോ? അതുകൊണ്ടാണ് ഇന്നുള്ള ദേവദാസന്മാർ പറയുന്നത് ഉപവാസം പോലും വേണ്ട എന്ന്. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞു, എന്തിനാണ് ഉപവസിക്കാൻ വേണ്ടി ദേവദാസന്മാർ പറയുന്നത്? ഉപവസിക്കാൻ വേണ്ടി ദൈവം പറയുന്നില്ല, സുഖമായിട്ട് കഴിച്ചിട്ട് ഇരിക്കാനാണ് ദൈവം പറയുന്നതെന്ന്. അപ്പാ, തിന്നിട്ട് വെറുതെ ഇരുന്നാൽ എന്തു പറ്റും? ഉറക്കം വരുവാനിടയാകും. ഉപവാസം കൊണ്ടല്ല. എന്തുകൊണ്ടാണ് ഈ ദുരാത്മാവിനെ അവർക്ക് ബന്ധിക്കാൻ കഴിയാതിരുന്നത്? എന്തുകൊണ്ട് ആ ഭൂതത്തെ ശാസിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകില്ല. വെറുതെ പേരിന് വേണ്ടി ഉപവസിക്കരുത്, ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി ഉപവസിക്കരുത്. ചിലർ പറയാറുണ്ട്, ഉമിനീര് പോലും ഇറക്കാതെയാണ് ഇതിന് ഉപവസിക്കുന്നത്. അങ്ങനെയുള്ളതല്ല യഥാർത്ഥമായ ഉപവാസം എന്ന് പറയുന്നത്. ഞാൻ സഭയിൽ പറയാറുണ്ട്, പലപ്പോഴും സഹോദരന്മാർ പറയുന്നു ഉപവസിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെന്ന്. അപ്പോൾ അവരോട് ഞാൻ ദൈവസഭയിൽ ഇപ്രകാരം പറയുവാനിടയായി, സഹോദര, ഉപവാസം ഇരിക്കുമ്പോൾ വിശപ്പടിക്കുന്ന സമയത്ത് അയ്യോ ഉപവാസമാണേ, അയ്യോ ഉപവാസമാണേ, അയ്യോ ഉപവാസമാണേ, അയ്യോ വിശക്കുന്നുണ്ട്, യേശുവെ വിശക്കുന്നുണ്ട്, അയ്യോ ഉപവാസമാണ്, യേശുവെ വിശക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഉപവസിക്കുന്നതിനെക്കാട്ടും നല്ലത് കഴിച്ചിട്ട് ഉപവസിക്കുന്നതാണ്. അതായത് ഉപവാസം എന്ന് പറയുന്നത് നിനക്ക് ദോഷം വരുത്തുവാനല്ല, നിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയാണ്. ഉപവാസ പ്രാർത്ഥനയിൽ വലിയ ശക്തിയുണ്ട്. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ, മനുഷ്യരൂപത്തിലായിരുന്നപ്പോൾ ഗെഥസമന തോട്ടത്തിൽ ചെന്നിട്ട് വലിയ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കാനിടയായി. അവൻ നിലവിളിച്ചു എന്ന് ബൈബിളിൽ പറയുന്നു. എനിക്കും നിനക്കും പ്രാർത്ഥന ആവശ്യമാണ്. ആരെങ്കിലും പറയുകയാണ് പ്രാർത്ഥിക്കേണ്ടതായ ആവശ്യമില്ല, ഉപവസിക്കേണ്ടതായ ആവശ്യമില്ല, പ്രാർത്ഥനയിൽ കരയേണ്ട കാര്യമില്ല എന്ന് ഏതെങ്കിലും ദേവദാസൻ പ്രസംഗിക്കുകയാണെങ്കിൽ വഞ്ചിതരാകരുത്. അത് നിങ്ങൾക്ക് എളുപ്പമാകുമല്ലോ. വഞ്ചിതരാകരുത്. പാപത്തിനു വേണ്ടി നിങ്ങൾ പശ്ചാത്തപിക്കുക. കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. നിന്റെ ശരീരത്തിന്റെ മോഹങ്ങളെ ജയിക്കുവാൻ ഉപവസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ. നിങ്ങൾക്ക് ദുഃഖമുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഹന്ന ചെന്ന് ഹൃദയത്തെ പകർന്നതുപോലെ നിങ്ങളും ദൈവസന്നിധിയിൽ ഹൃദയത്തെ പകരൂ. നിലവിളിക്കൂ എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നാം. ആവശ്യമില്ല സഹോദരി, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 10,000 രൂപ സ്പോൺസർ ചെയ്യണം. ഈ ദിവസം ഏതാണ് ഈസി? ഇത് വളരെ ഈസി ആയിരിക്കുന്നു. ഇന്നത്തെ ഉപദേശങ്ങൾ നീതിയോടുകൂടെയുള്ളതല്ല, മനുഷ്യരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതല്ല, മനുഷ്യരെ പശ്ചാത്താപത്തിലേക്ക് അടുപ്പിക്കുന്നതല്ല, മനുഷ്യരെ കർത്താവിന്റെ പാദപീഠത്തിലേക്ക് അടുപ്പിക്കുന്നതല്ല, മനുഷ്യരെ പാസ്റ്ററിന്റെ അടുക്കിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ സഭയിലേക്ക് വരൂ സഹോദരി, ദൈവം ഇവിടെയുണ്ട്, ഇവിടെയാണ്, മറ്റെവിടെയുമല്ല. ഞങ്ങളുടെ സഭയിലേക്ക് വരൂ. 7 ആഴ്ച തുടർച്ചയായിട്ട് വരണം. എന്താണ്? ആവശ്യമില്ല. നീ എവിടെയാണെങ്കിലും വിശ്വാസത്തോടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെയുണ്ട്. മനുഷ്യർക്കും ദൈവത്തിനിടയിൽ ഒരേ ഒരു മധ്യസ്ഥനുണ്ട്. അവൻ ആരാണ്? അവൻ ജയ്പാൾ ആണോ? ശരിയാണോ? ഞങ്ങളുടെ പാസ്റ്റർ ശരിയാണോ? അല്ല. ആരാണ്?
മനുഷ്യർക്കും ദൈവത്തിനുമിടയിൽ ഒരേയൊരു മധ്യസ്ഥനയുള്ളൂ, അവനാണ് കർത്താവായ യേശുക്രിസ്തു. എന്നെ വിളിച്ചപേക്ഷിക്കൂ, ഞാൻ നിനക്ക് ഉത്തരം നൽകാമെന്ന് പറയുന്നു. നീതിയെക്കുറിച്ച് ഉപദേശിക്കുക. പണം നൽകുന്നവരെ നോക്കിയിട്ട്, സ്തോത്രകാഴ്ച നൽകുന്നവനെ നോക്കി, അല്ലെങ്കിൽ വലിയ അധികാരിയെ കണ്ടിട്ട്, അല്ലെങ്കിൽ നല്ല സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയെ കണ്ട്, ധനവാനെ കണ്ടിട്ട്, പണം കണ്ടിട്ട് ഒരു യഥാർത്ഥമായ ദൈവദാസൻ മയങ്ങിപ്പോകില്ല. ജാഗ്രത, നീ വീണു പോകരുത്. ഈ ഫെലിക്സ് വലിയ അധികാരിയാണ്, അവന്റെ ബന്ധനങ്ങൾ അഴിക്കുവാനുള്ള അധികാരമുണ്ട്. ആ ഫെലിക്സിന്റെ അരികിൽ ചെന്നപ്പോൾ എങ്ങനെയെങ്കിലും ഫെലിക്സിനെ പുകഴ്ത്തി ഈ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നതിനായിട്ട് പൗലോസ് ഒരിക്കലും പരിശ്രമിച്ചില്ല. ഈ അധികാരി വിടുവിക്കപ്പെടുന്നതിന് വേണ്ടി ആശിച്ചു. ഒരു ധനവാന്റെ ആത്മാവ് രക്ഷിക്കപ്പെടണം, ഒരു അധികാരിയുടെ ആത്മാവ് രക്ഷിക്കപ്പെടണം എന്ന ആശ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ പാവപ്പെട്ടവർ മാത്രമല്ല നമ്മുടെ സഭയിൽ വരുന്നത്, അധികാരികൾ വന്ന് താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം. മദ്രാസിൽ ഞാൻ ബൈബിൾ ട്രെയിനിങ് എടുത്തതായ സഭയിൽ വലിയ വലിയ ഡോക്ടേഴ്സ്, ജനറൽ ഹോസ്പിറ്റലിലെ MD-മാർ, മെയിൻ ചീഫ് ഡോക്ടർമാർ, അതേ ഹോസ്പിറ്റലിലെ വാർഡ് ബോയ്കളുമായി, അതേ ഹോസ്പിറ്റലിലെ സാധാരണ ജോലിക്കാരുമായിട്ട് ചേർന്ന് അടുത്തടുത്തിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ചെല്ലുകയാണെങ്കിൽ ആ ചീഫ് ഡോക്ടറിന്റെ അടുക്കൽ ജൂനിയർ ഡോക്ടേഴ്സ് ഭയന്ന് നിൽക്കുന്നത് കാണാം. എന്നാൽ ആലയത്തിൽ വരുമ്പോൾ അദ്ദേഹം വളരെ താഴ്മയോടെ എല്ലാവരുമായി ചേർന്നിരിക്കുന്നത് കാണാം. എനിക്ക് ഒരുപാട് അത്ഭുതം തോന്നി. ഇന്നുള്ള മനുഷ്യരെ നോക്കുക, എത്രയോ അഹംഭാവത്താൽ നിറഞ്ഞിരിക്കുന്നവരാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ താഴെ ഇരിക്കാമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അയ്യോ ദേവദാസ, നിങ്ങൾ കസേരയിൽ തന്നെ ഇരിക്കണം. അയ്യോ ദേവദാസ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. നിങ്ങൾ ഞങ്ങളുടെ സഭയിൽ വന്നത് ഞങ്ങൾക്ക് ഭാഗ്യമാണ്. എന്റെ പിതാവ് നേരത്തെ സിഗരറ്റ് വലിക്കുകയും മദ്യപിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു വലിയ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം അടുത്തുള്ള ഒരു സഭയിൽ പോകാനിടയായി. അവിടെ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ പാസ്റ്റർ ഓടി വന്നിട്ട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് കസേരയിൽ കൊണ്ടിരുത്തി, സ്റ്റേജിന്റെ അരികിലായിട്ട് തന്നെ ഇരുത്തി. പാസ്റ്റർ പറഞ്ഞു, എഞ്ചിനീയർ നമ്മുടെ സഭയിലേക്ക് വരാനിടയായി, പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് സിഗരറ്റുള്ള മണവുമായിട്ട് പരിശുദ്ധ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനിടയായി. എന്താണ്? മാനസാന്തരപ്പെട്ട ശേഷം ആ ദേവദാസിന്റെ കാൽ പിടിക്കുവാനിടയായി അദ്ദേഹം. അയ്യോ ദേവദാസ്, അന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് എല്ലാവരുടെ മുൻപിൽ വന്ന് സാക്ഷ്യം പറയാനിടയായി. ഒരു സമയത്ത് മാനസാന്തരപ്പെടാതെ ഇരുന്നതായ സമയത്ത് ഞാൻ വിശുദ്ധമായ ദൈവാലയത്തിൽ വന്നിട്ട് പ്രാർത്ഥിക്കുവാൻ ഇടയായി എന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണമേ എന്ന് ക്ഷമ ചോദിക്കുവാനും ഇടയായി. ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഒരു വ്യക്തിയുടെ പുറമേ നല്ല പൗഡറൊക്കെ പൂശിയിട്ട് അല്ലെങ്കിൽ നല്ല മേക്കപ്പ് ചെയ്ത് അവനെ വലിയ രീതിയിൽ കാണിക്കുന്നത് അല്ല, അവനെ ഉള്ളതുപോലെ കാണിക്കുന്നതാണ് വചനം. ഇന്നുള്ള അനേകം ദേവദാസന്മാരെ നോക്കുമ്പോൾ നീതിയുടെ പ്രസംഗം ചെയ്യുന്നില്ല, പണത്തിൻ്റെതാണ്, പണത്തിന്റെ ഉപദേശമാണ്. ഒരു ദേവദാസനെ പ്രസംഗത്തിന് വിളിച്ചു. ആ ദേവദാസൻ പാവം വളരെ സാവധാനം പറയുകയാണ്, പ്രിയമുള്ളവരെ, നാം ഈ ദിവസം ഇവിടെ. അപ്പോൾ അടുത്തിരുന്ന ആൾ പറയുന്നു, ദേവദാസ കേൾക്കുന്നില്ല, മിണ്ടാതിരിക്കെ 10 രൂപ വന്നിട്ട് ഉറക്കെ പറയാൻ പറയുന്നു. കൂലിക്ക് ഉപദേശിക്കരുത്, വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ കാലത്ത് സത്യസന്ധരായ ക്രിസ്ത്യാനികളെ കാണാൻ കഴിയാത്തത്? വിശ്വസ്തതയുള്ള ക്രിസ്ത്യാനികളെ കാണുവാൻ കഴിയാത്തത്? ദൈവാലയത്തിൽ വരുന്ന ആളുകൾ തിരികെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ മക്കളായി ജീവിക്കാൻ കഴിയാതിരിക്കുന്നു. ദൈവമക്കൾ ഓഫീസിൽ ചെന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ അടിച്ചു മാറ്റുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അവിടെ നിന്ന് വാങ്ങുന്നത്? എന്താണ്? കൈക്കൂലി. പഴയകാലത്താണെങ്കിൽ കൈക്കൂലിയായിരുന്നു, ഇപ്പോഴാണെങ്കിൽ മൊത്തം കുംഭകോണമാണ്. കുംഭകോണം എന്ന് പറഞ്ഞാൽ എല്ലാം. ദേശം അന്യായം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദൈവദാസ, നീതിയോടുകൂടി ജീവിച്ച് നീതി ഉപദേശിക്കൂ. ചങ്ങലയാണെങ്കിലും കുഴപ്പമില്ല, തടവറയാണെങ്കിലും കുഴപ്പമില്ല, ശിരച്ഛേദമാണെങ്കിലും കുഴപ്പമില്ല. യേശുവിനെ കുറിച്ച് ഉള്ളതുപോലെ തന്നെ ഞാൻ പറയും എന്നു പറഞ്ഞവനാണ് പൗലോസ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കൂ, എല്ലാവർക്കും വായു തുറന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിന്റെ ദുഃഖമെന്താണ്? നിന്റെ ഭാരമെന്താണ്? നിന്റെ ആവശ്യം എന്താണെന്ന് കർത്താവിനോട് വായു തുറന്ന് പറയുക. എല്ലാ വ്യക്തികൾക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും വായു തുറന്ന് കർത്താവിനോട്, യേശുവേ, നീ മാത്രം എനിക്ക് മതിയപ്പാ. യേശുവേ, ഞാൻ നിന്നെ വിടുകയില്ല. എനിക്ക് നീ മാത്രം മതി കർത്താവേ. എൻ്റെ കണ്ണുനീരിനെ നീ തുടയ്ക്കണമേ. എൻ്റെ സങ്കടത്തിൽ നിന്ന് വിടുവിക്കണമേ. എൻ്റെ രോഗങ്ങൾക്ക് നീ സൗഖ്യം നൽകുമാറാകണമേ. എനിക്ക് നീ കുഞ്ഞുങ്ങളെ നൽകുമാറാകണമേ. എൻ്റെ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് എന്നെ വിടുവിക്കുമാറാകണമേ.
എനിക്ക് നല്ലൊരു ജോലി നീ നൽകുമാറാകണമേ. കർത്താവെ, നിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. വായ് തുറന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ അവനോട് പറയൂ. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ വരണമേ. എൻ്റെ ജീവിതത്തിലേക്ക് നീ വരണമേ. എൻ്റെ ഭവനത്തിലേക്ക് വരണമേ. നിന്നെ ഇനി ഞാൻ ഉപേക്ഷിക്കില്ല. ഇനിയും ഞാൻ നിന്നെ വിട്ടുപിരിയില്ല. എത്രയോ തവണ പാപത്തെ സ്നേഹിച്ച് ഞാൻ നിന്നെ വിട്ടു പോയിട്ടുണ്ടപ്പാ. എത്രയോ തവണ അല്പകാല പാപഭോഗത്തിന് വേണ്ടി നിന്നെ ഉപേക്ഷിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ട്. എത്രയോ തവണ എൻ്റെ ഇഷ്ടങ്ങളെ സ്നേഹിച്ച് നിന്നെ ഞാൻ വിട്ടിട്ട് നഷ്ടങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്ന് ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല. ഇനിയും ഞാൻ നിന്നെ വിട്ടു പിരിയത്തില്ല. വായു തുറന്ന് എല്ലാവരും പറയുക. എല്ലാ വ്യക്തികളും കർത്താവിനോട് പറയുക, യേശുവേ, ഞാൻ നിന്നെ വിട്ടുപിരിയില്ല, നീ എനിക്ക് വേണമപ്പാ. യേശുവേ, ഞാൻ നിന്നെ വിട്ടുപിരിയില്ല, നീ എനിക്ക് വേണം. നീ എൻ്റെ കൂടെ വരണം യേശുവേ. എൻ്റെ കൂടെ നിൽക്കണമേ. എന്നെ സൗഖ്യപ്പെടുത്തണമേ. എനിക്ക് വിടുതൽ നൽകുമാറാകണമേ. എൻ്റെ സകല കുറവുകളെയും മാറ്റണമേ എന്ന് ദൈവത്തോട് ചോദിക്കൂ. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. ഈ കൂട്ടത്തെ നീ ദർശിക്കുമാറാകണമേ. നിന്റെ മക്കൾ ചെയ്യുന്നതായ പ്രാർത്ഥന കേൾക്കണമേ. അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിലവിളി കേൾക്കണമേ. നെടുവീർപ്പുകളെ കേൾക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെ നോക്കണമേ. അവരുടെ സാഹചര്യത്തെ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങളെ നീ നിറവേറ്റിക്കൊടുക്കണമേ. നീ സർവശക്തനാകുന്നു. നീ സർവകൃപാലുവായ ദൈവമാകുന്നു. നിനക്ക് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? നീ സർവശക്തനായ ദൈവമായിരിക്കുന്നത് കൊണ്ട് നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല കർത്താവേ. അത്ഭുതങ്ങളെ നീ നടത്തണമേ. ദുരാത്മാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ, ഫിക്സ് വരുന്ന ആളുകളുണ്ടെങ്കിൽ, നാസറേയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയാണ് പിതാവേ. ബുദ്ധിഹീനമായിട്ട് കടബാധ്യത വരുത്തിവെച്ച് ഇപ്പോൾ ബാധ്യത തീർക്കാൻ കഴിയാതെ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കാൻ തുടങ്ങുന്നു. തകർച്ചയിലും നിരാശയിലുമായിരിക്കുന്നതായ ഹൃദയങ്ങളെ നീ ഇന്ന് ദർശിക്കണമേ. നിന്റെ കയ്യിൽ എന്തുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് അന്ന് പാവപ്പെട്ട വിധവയോട് ദൈവത്തിന്റെ ദാസൻ പറഞ്ഞതുപോലെ, ആ അല്പം ഭരണിയിലെ എണ്ണയും കലത്തിലെ മാവും നീ അനുഗ്രഹിച്ചതുപോലെ തന്നെ അതുപോലെ ഈ ജനത്തിന്റെ വരുമാനത്തെ അനുഗ്രഹിച്ച് അവരുടെ കടബാധ്യതകളെ തീർക്കുന്നതിന് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ കർത്താവേ. ലോകപരമായ സമ്പാദ്യങ്ങൾ ഞങ്ങൾ കൂട്ടിവെക്കുകയല്ല, മറിച്ച് ആത്മാക്കളെ സമ്പാദിക്കുവാനുള്ള ഭാരമുള്ളവരായിട്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു. ആ സമയം ആസന്നമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കി, കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഗ്ലോബൽ വാർമിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, രാജ്യത്തിന്റെ ഭരണാധിപന്മാരെല്ലാം ദൈവത്തിന്റെ വചനമനുസരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഇനി അല്പം പോലും താമസിക്കാതെ ഇതാകുന്നു അനുകൂലമായ സമയം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തെ ഒരുക്കിക്കൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്നത് പോലെ ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ യേശുവിന്റെ അടുക്കിലേക്ക് നടത്തുവാനുള്ള കൃപ നൽകണമെന്ന്, അതിനുള്ള ബലം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും കടന്നുവന്ന സകലരുടെ മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.